ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുള്ളായി ആഘോഷിക്കാം. സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ശ്രീകൃഷ്ണ ജയന്തി വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ച വിശ്വാസികൾ. രാധാകൃഷ്ണ വേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ അണിനിരന്ന ശോഭായാത്രകൾ നാടിനെ അമ്പാടിയാക്കി മാറ്റി. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പരിപാടികളും അന്നദാനവും നടന്നു. നിരവധി വിശ്വാസികൾ ആഘോഷത്തിന്റെ ഭാഗമായി. ഗുരുവായൂർ ദേവസ്വം കീഴേടം പൂന്താനം മഹാവിഷ്ണു കൃഷ്ണക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് മലർനിവേദ്യം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കാഴ്ചശീവേലി എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് പ്രസാദൂട്ടുമുണ്ടായി. വൈകിട്ട് 3 ആനകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഇല്ലത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ ഒട്ടേറെ ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ദീപാരാധന, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, വിളക്കെഴുന്നള്ളിപ്പ്, അരങ്ങേറ്റം എന്നിവ നടന്നു. ക്ഷേത്രതന്ത്രി മൂത്തേടത്തുമന നാരായണ നമ്പൂതിരിപ്പാട്, ക്ഷേത്രശാന്തി കണ്ണൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം ഇൻസ്പെക്ടർ അബിൻ ദേവദാസ്, പൂന്താനം ഇല്ലം ക്ഷേത്രസമിതി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. എടപ്പറ്റ ഇപ്പിക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന മഹാശോഭയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് കളഭപൂജ, കളഭാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് നടന്ന ശോഭയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കൃഷ്ണ ഗോപിക വേഷത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ശോഭയാത്രയിൽ പങ്കുചേർന്നു. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മഹാശോഭയാത്ര ഏപ്പിക്കാട് ടൗൺ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് സമൂഹ വിഷ്ണു സഹസ്രനാമജപം, വിശേഷാൽ ദീപാരാധന എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ അനിയൻ നമ്പൂതിരി, വി ശിവദാസൻ, വിജയകുമാർ, ചെമ്പ്രമുണ്ട, പുതിയടത്ത് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി നിത്യൻ രാജ് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. കരുവാരകുണ്ട് അയ്യപ്പൻകാവ് നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ശോഭായാത്ര നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര ആലുംകുന്ന് ചുറ്റി ക്ഷേത്രത്തിൽ തന്നെ സമാപിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയാണ് ഇത്തവണ കരുവാരകുണ്ടിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടന്നത്. നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന ശോഭായാത്രയ്ക്ക് വെള്ളില വേലായുധൻ, സനൽരാജ്, ഭാസ്കരൻ ഐനിശ്ശേരി, വസന്തകുമാർ മുല്ലേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. അമ്മയ്ക്കും സാധ്യമാകുന്ന ഒരേയൊരു ദിനം, ഭാവിയിൽ കൃഷ്ണതുല്യം ജ്വലിച്ചുയരുവാൻ, കണ്ണനെ അടുത്തറിയുവാൻ നാടും നഗരവും സമുചിതമായി ആഘോഷിക്കുന്നു ഉണ്ണിക്കണ്ണന്റെ ജന്മദിനം. ബാലഗോകുലം ബാലദിനമായി ആഘോഷിക്കുന്നു. പാണ്ടിക്കാട് പയ്യപറമ്പ് കണ്ടപ്പൻതൊടിക ശിവക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ശോഭായാത്ര നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര പാണ്ടിക്കാട് ടൗണിൽ തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രം, വെള്ളേക്കാട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ശോഭായാത്രകളുമായി സംഗമിച്ച് ക്ഷേത്രത്തിൽ തന്നെ സമാപിച്ചു. അനിൽകുമാർ കണ്ടപ്പൻതൊടിക, ശരത് മൂർക്കനാട്, കെ ഹരികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.